ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നറ്റ്സിനെ കുറിച്ചും അതിന്റെ പവേഴ്സിനെ കുറിച്ചും ഏതാണ്ട് ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ മാഗ്നറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റ്സ് വെച്ചുള്ള പലതരത്തിലുള്ള എന്താ പറയുക തെറാപ്പികൾ അതിനെക്കുറിച്ച് അതിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റ് ഉപയോഗിച്ച് കാന്തീകരിച്ച ജലം എന്ന് പറയാറുണ്ട്. മാഗ്നറ്റ് ഇട്ട് വെച്ചിട്ട് ജലത്തിന്റെ പവർ കൂട്ടുക. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന എണ്ണയിൽ നമ്മൾ ഇതുപോലെ മാഗ്നറ്റ് ഇട്ട് ചെയ്യുന്ന കാന്തീകരിച്ച എണ്ണ. അപ്പൊ ഇങ്ങനെ പല സാധനങ്ങളും അത് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചില ആളുകളെ അവരുടെ ജീവിതത്തിലേക്ക് ചില പ്രത്യേകമായ അനുഭവങ്ങൾ, എല്ലാ ആളുകളുടെ ജീവിതത്തിലും പ്രത്യേകമായ അനുഭവങ്ങൾ വരാറുണ്ടെങ്കിലും ചിലരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നല്ലത് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ചിലർക്കാണെങ്കിലോ ഇറങ്ങുന്നിടത്തെല്ലാം ഇങ്ങനെ നമ്മുടെ ഭാഷ പറഞ്ഞ പണി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരു സാധനം ഈ പലതിനെയും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തു. അപ്പോൾ അത് കൂടുതലായിട്ട് സമഗ്രമായിട്ട് പരിശോധിക്കുമ്പോൾ ദർ ഇസ് എ മാഗ്നറ്റ് ഇൻസൈഡ് അസ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് നമ്മളെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് ഫിഗറേറ്റീവായിട്ട് പറയാം, അല്ലെങ്കിൽ താത്വികമായിട്ട് പറയാം. നമഃ ശിവായ. നമഃ ശിവായ. നമഃ ശിവായ. സാധാരണയായിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ തല തെക്കോട്ട് വെച്ച് കിടക്കണം എന്നുള്ളൊരു രീതി പറയുന്നുണ്ട്. പക്ഷെ പലരും വിചാരിക്കുന്നത് തെക്കോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവുക, അതുകൊണ്ട് അത് നെഗറ്റീവ് ആണെന്നാണ്. അങ്ങനെ അല്ല. കാരണം ഈ ഭൂമിയുടെ മാഗ്നറ്റിക് വേവ്സ് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള സംഗതികൾക്കും അതുമായിട്ട് അത് കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഭൂമിക്ക് അതിൻ്റെതായ ഒരു മാഗ്നറ്റിക് വൈബ്രേഷൻ ഉണ്ട്. ഭൂമിയുടെ പല സ്ഥലങ്ങളിലും ഇത് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇപ്പം ബർമുഡ ട്രയാങ്കിളിൻ്റെയൊക്കെ രഹസ്യങ്ങൾ ഇതുവരെയും പൂർണ്ണമായിട്ടും അനാവരണം ചെയ്യപ്പെട്ടിട്ടുമില്ല. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് പവർ അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഹീലിംഗ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഹീലിംഗ് ടെക്നിക്കാണ് ഈ അനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അനിമൽ മാഗ്നറ്റിസത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് അനിമൽ മാഗ്നറ്റിസം? നമസ്തേ. ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ശരിക്കും എല്ലാവർക്കും അറിയാലോ, ഭൂമിക്ക് ഒരു കാന്തിക വലയം അല്ല മാഗ്നറ്റിക് ഇതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യർക്കും ലിവിങ് തിങ്സിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഹേർട്ട് ഇങ്ങനെ എല്ലാം ബ്ലഡ് ഫ്ലോ ആകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഓറക്ക് ചുറ്റും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ഗൂഗിളിലെല്ലാം അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും. അപ്പം ഇത് കൂടുതലുള്ള ഒരാൾക്ക് കുറവില്ല ഒരാളെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലുള്ള ഒരാൾക്ക് അയാൾ ഹെൽത്തി ആയിരിക്കും, അയാൾ വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റും. കാരണം ആ എനർജീനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കുറവില്ല ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവരെപ്പോഴും അതായത് എന്താ പറയാ അസുഖങ്ങൾ വരിക, പിന്നെ ബ്ലോക്കേജസ് ഉണ്ടാകുക, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ ടൈപ്സും. അപ്പം ഇത് നമ്മൾ ഇതിനെ കൂട്ടിയിട്ട്, അതായത് ഈ മാഗ്നറ്റിക് പവർ നമ്മുടെ ബോഡിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി മുമ്പ് ഫ്രാങ്ക് ആന്റൺ മെസ്മർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. ഈ മെസ്മറിസത്തിന്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹമാണ് നമുക്ക് എല്ലാവർക്കും അറിയിച്ചു തന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ഹീൽ ചെയ്യാൻ പറ്റുമെന്ന്. അദ്ദേഹമാണ് ശരിക്കും ആദ്യമായിട്ട് ഇത് കാണിച്ചത്. പക്ഷെങ്കിൽ ഇത് ഇപ്പം മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ ആൻഷ്യന്റ് മാഗ്നറ്റിസം ഉണ്ട്, മോഡേൺ മാഗ്നറ്റിസം ഉണ്ട്. മോഡേൺ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഫ്രാങ്ക് ആന്റൺ മെസ്മറിന് ശേഷമാണ് അത് ഉണ്ടായത്. പക്ഷെങ്കിൽ ആൻഷ്യന്റ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മഹാഭാരതമായിട്ട് കണക്റ്റഡ് ആണ്. മഹാഭാരതത്തിൽ കുന്തി ദേവി അത് ഉപയോഗിച്ചിട്ടാണ് ഈ 5 മക്കൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ. ഒരാൾ സൂര്യനിൽ നിന്ന്, ഒരാൾ അങ്ങനെ ഇന്ദ്രനിൽ നിന്ന്, അങ്ങനെ. അപ്പൊ അവര് ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ പേരാണ് മാഗ്നറ്റിക്. ആൻഷ്യന്റ് മാഗ്നറ്റിസം ആണെങ്കിലും അതിന് ഗണ്ടം എനർജി എന്നാ പറയാം.
ഗണ്ഡം, ഗണ്ഡം, GANDM, ഗണ്ഡം എനർജി. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് കുന്തി ദേവി അത് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഏത് ഭാഷയിലെ വാക്കാണ് ഗണ്ഡം എനർജി? ഗണ്ഡം എനർജി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്തോനേഷ്യൻ ഭാഷയാണ്. പക്ഷെ ഇന്തോനേഷ്യയിൽ എവിടുന്ന പോയത് ഇപ്പം ഇന്തോനേഷ്യനാണ് ഇതെല്ലാം വരുന്നത്. അവരിവിടെ വന്നിട്ട് ഇത് അടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരത് ശരിക്കും ടിബറ്റാണ് ഇതിന്റെ മെയിൻ ഉത്ഭവസ്ഥലം, ടിബറ്റ് എന്നാണ്. പക്ഷെ അവരിത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരാർക്കും ഒന്നും കൊടുക്കത്തില്ല, അവരെല്ലാം അവരെ ലാംഗ്വേജിലാണ്. അപ്പൊ ഇന്തോനേഷ്യയിലെ ജാവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ ആൾക്കാർ, ജാവാനീസ്, അവര് ഇവിടെ വന്നിട്ട് ടിബറ്റിൽ വന്നിട്ട് ഈ സാധനങ്ങൾ പഠിച്ചിട്ട് അവരെടുത്ത് കൊണ്ടുപോയിട്ട് അവരത് പ്രാക്ടീസ് ചെയ്ത് ഒരു വിപുലമായ ഒരു ശാഖയാക്കി മാറ്റി. അങ്ങനെ അതിനിപ്പോ ഒരു പേരുണ്ട്, ജാവാനീസ് മാഗ്നറ്റിസം. ജാവയിലെ ഐലൻഡിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ജാവാനീസ് മാഗ്നറ്റിസം എന്ന് പറയും. പക്ഷെ അത് അവർ പറയുന്നത് ഓൾറെഡി ആൻഷ്യന്റ് ആയിട്ടുള്ള മാഗ്നറ്റിസം മഹാഭാരതമായി ടച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ കുന്തി ദേവി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗഡോൽഗജൻ ഭീമന്റെ മകനാണ്. ഗഡോൽഗജൻ ഇതിൽ അഗ്രഗണ്യനാന്ന് പറയുന്നത്. ഗഡോൽഗജന് ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. ഗഡോൽഗജന്റെ കൈക്ക് രണ്ട് കയ്യിലും ഒരു പവർ ഉണ്ട്. ഒരു കയ്യിലെ പവർ നമ്മൾ ഇതില് ഈ ഒരു മന്ത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നെഗറ്റീവ് എനർജിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രോജോമുസ്തി എന്ന് പറയും. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നെഗറ്റീവ് എനർജിനെ, ഇപ്പൊ വെള്ളം നമുക്ക് ചാർജ് ചെയ്യാതുകൊണ്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തലകറക്കം അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ ഈ മന്ത്രം കൊണ്ട് നമുക്ക്, മന്ത്രമാണ് ശരിക്കും ഫുൾ മന്ത്രം. അല്ല, മഹാഭാരതമായിട്ട് ഇത് കുറച്ച് നിഗൂഢമായതാണ്, അങ്ങനെ അതില് അത് പറയുന്നില്ല. പക്ഷെങ്കിൽ ഇത് അവിടെ നിന്നാണ് ഇത് വന്നത് എന്നാണ് ഇതിന്റെ റൂട്ട് പറയുന്നത്, ഈ ശാഖ പറയുന്നത്. കുറിച്ച് നമ്മൾ ഇടയ്ക്ക് പലതിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി അതൊക്കെയാണ് ഇനി വരാനുള്ളത്. കാരണം ജനിച്ച ഉടൻ തന്നെ പോകുന്ന ഒരു സംഗതി. അതിന് സയൻസ് കണ്ട ക്ലോണിങ്ങും ബാക്കിയുള്ളതെല്ലാം വന്നിട്ടുണ്ട്. ഗഡോൽഗജൻ ഒരുപാട് പവേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ പവേഴ്സിൽ ഒന്നാണ് ഈ ബ്രോജോമുസ്തി എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിൽ ബ്രോജോമുസ്തി മുഷ്ടിയാണ്. പക്ഷെങ്കിൽ ഇന്തോനേഷ്യയിൽ പോയി വരുമ്പോ അത് മുഷ്ടിയായി. ഇവിടുന്ന് മുഷ്ടിയാണ് നമ്മള്. കൈക്കിൽ ഒരു പവർ ഉണ്ട്. ഗഡോൽഗജന്റെ ആ ഒരു പഞ്ചിന് ഭയങ്കര പവറാന്ന് പറയുന്നത്. അത് ഈ ശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ശക്തിനെ നമ്മൾ ആവാഹിച്ച് വരുത്തുക ചെയ്യുന്നു. സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ നമ്മൾ ആവാഹിച്ച്. പക്ഷെ ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇത് പഠിച്ച് അടുത്ത ദിവസം കൊണ്ട് ഇത് ആക്ടിവേറ്റ് ആവും. പക്ഷെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 90 days എങ്കിലും രാവിലെയും രാത്രിയും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഓരോ ആൾക്കാരെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും മന്ത്രം ഉപയോഗിച്ചിട്ട്. എല്ലാം ബേസ്ഡ് മന്ത്രയാണ്. അപ്പൊ ഈ ആൻഷ്യന്റും മോഡേൺ ആയിട്ടുള്ള മാഗ്നറ്റിസം എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഈ ഫ്രാങ്ക് ആന്റൺ മെസ്മറിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അത് പുതിയതായിട്ടുള്ള ആയതുകൊണ്ട് അത് മോഡേൺ, മറ്റത് ആൻഷ്യന്റ്. ഈ രണ്ട് സിസ്റ്റം ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ക്ലാസ് എടുക്കുന്നത് എല്ലാവരും വേറെ വേറെ രീതിയിലാണ്. ചില ആൾക്കാർ ആൻഷ്യന്റ് മാഗ്നറ്റിസം മാത്രം എടുക്കും, ചില ആൾക്കാർ മോഡേൺ മാഗ്നറ്റിസം എടുക്കും. ഈ ആൻഷ്യന്റ് ആയിട്ടുള്ള മാഗ്നറ്റിസം തന്നെ നമ്മൾ രണ്ട് വിഭാഗം അതും ഉണ്ട്. ഇൽമു ഗണ്ഡം അല്ലെ മാത്രം ഗണ്ഡം എന്ന് പറഞ്ഞിട്ടെല്ലാം ഉണ്ട്. അത് മാത്രം എന്ന് പറയുന്ന മാത്രം ഇന്തോനേഷ്യയിലെ മാത്രം രാജാവ് കണ്ടെത്തിയ ഒരു സിസ്റ്റം ആയതുകൊണ്ട് മാത്രം ഗണ്ഡം എന്ന് പറയും. മാത്രം ഗണ്ഡം സുമാത്ര ഇനിയിപ്പം അത് അതിലും പറയുന്നില്ല, മാത്രം എന്നാ പറയുന്നത് അതില്. ഇനിയിപ്പോ അതിനെ പറ്റി സുമാത്ര ലാസ്റ്റ് മാത്രം എന്നാണ് വരുന്നത്. അപ്പൊ മാത്രം ഗണ്ഡം എന്നാണ് പറയുന്നത്. അതൊരു സിസ്റ്റം വേറെയാണ്. ഈ ഇൽമു എന്ന് പറയുന്നത് ഗണ്ഡം സിസ്റ്റം വേറെയാണ്. അപ്പൊ ഈ രണ്ട് സിസ്റ്റം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വേറെ വേറെ ക്ലാസ്സസ് ആണ്. കാരണം ഈ മാത്രം ഗണ്ഡത്തില് മന്ത്രാസ് എല്ലാം കുറച്ച് 4 വരി മന്ത്രാസ് ആണ്. ഇൽമു ഗണ്ഡത്തിൽ സ്ലോ ചെറുതാണ്, ഒരു ലൈന് 2 ലൈനേ മന്ത്രം ഉണ്ടാവും. സ്വിച്ച് വേർഡ് പോലത്തെ ഇത് തന്നെ. സ്വിച്ച് വേർഡ് എല്ലാം മന്ത്രന്റെ ഇത് തന്നെയാണല്ലോ. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വ്യക്തിനെ വിത്തൗട്ട് വെർബൽ, അതായത് ഒരു വെർബലും പറയാണ്ട് അവരിങ്ങനെ ഇരുത്തി അവരെ കുറച്ചു നേരം കൊണ്ട് അവരെ ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ട്രാൻസ് കൊണ്ടുപോയതിന് ശേഷം നമുക്ക് അവിടെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അവർ ഇന്ന കാര്യങ്ങൾ എന്താണോ പ്രോബ്ലം അത് ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് നിങ്ങൾ ഈ വീഡിയോയിലെല്ലാം അധികം കാണുന്നത്. ചില ആളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ആള് ഇതായിട്ട് വീഴുന്നത്. അത് മാഗ്നറ്റിസം പവറാണത്. അത് കൂടുതലുള്ള ഒരാൾക്ക് അതെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഒരുവിധ ആൾക്കാരെല്ലാം ചെയ്യുന്ന അതെല്ലാം വീഡിയോസ് എല്ലാം കാണുന്നതെല്ലാം ഒന്ന്
ഒറിജിനൽ ആണോ ചില ആൾക്കാർ ഇത് ഇങ്ങനെ കുറെ നിർത്തിയിട്ട് കൈയുടെ ഈ പല പ്രഷർ പോയിന്റുകളിലൊക്കെ താക്കും, പിന്നെ ഒരു പോയിന്റിൽ നോക്കിക്കൊണ്ടിരിക്കും, ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യും. ഇതൊക്കെ പറയുമ്പോൾ നോർമലി ഒരാള് കുഴയാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം അതിന്റെ ഒരു മോഡേൺ മാഗ്നറ്റിസത്തില് ശരിക്ക് ഫ്രാങ്ക് ആന്റൺ മെസ്മറിന് പറ്റിയെന്ന് പറഞ്ഞാല് അവർ ആ സമയത്ത് ഇത് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെയുള്ള രാജാക്കന്മാർ കാര്യങ്ങളെല്ലാം അവർ തെളിയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവർക്ക് തെളിയിക്കാൻ പറ്റും. ഇത് മാഗ്നറ്റിസം ഇപ്പല്ലേ നമുക്ക് പഠനമെല്ലാം വന്നത്, ഭൂമിക്ക് കാന്തിക വല. ആ സമയത്ത് അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം അവിടുന്ന് പിന്നെ നാട് വിട്ടു പോയി എന്ന് പറഞ്ഞു. അതിപ്പോ ഹിപ്നോട്ടിസ്റ്റിൽ പറയുന്ന അയാൾ ഇങ്ങനെയെല്ലാം ചെയ്ത് അയാൾ ഓൾറെഡി അയാളെ ഇതെല്ലാം ചെയ്തുകൊണ്ട് അയാളെ നാട് കടത്തി എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു മോശമായിട്ടാണ് അവര് അത് പറയുന്നത്. പക്ഷെങ്കിൽ അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുണ്ടായിരുന്നു. അല്ലാണ്ടൊന്നും ഇത്ര നമ്മളിപ്പോ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ ഒരു സിസ്റ്റമാണ് ഈ മാഗ്നറ്റിസം. ഇങ്ങനെ ഒരു പവർ കൊണ്ട് നമുക്ക് ഒരാളെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നില്ല കാര്യങ്ങൾ. അപ്പൊ അതില് അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഇവര് പഠനം നടത്തിയിട്ട് അവർക്ക് ആർക്കും അത് കിട്ടിയില്ല. എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹം മരിച്ചതിന് ശേഷം അത് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഹിപ്നോട്ടിസം പിറവിയെടുത്തത്. അങ്ങനെയാണ് പിന്നെ അമേരിക്കയിൽ അത് ചെയ്ത് അവരാണ് ഇതിന്റെ പിന്നിൽ നടന്നത്. പിന്നെ അത് ഹിപ്നോട്ടിസ് ആയി, അതിന് ട്രേഡ് മാർക്ക് കിട്ടി, അത് രജിസ്റ്റേർഡ് ആയി. അങ്ങനെ ഇപ്പൊ സർട്ടിഫിക്കറ്റഡ് ആയിട്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നു. പക്ഷെ ഈ മാഗ്നറ്റിസത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, കാരണം അത് തെളിയിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് അത് അങ്ങനെ ഒരു ഇതായിട്ട് നിന്ന്. ഹിപ്നോട്ടിസം തെളിയിക്കാൻ വേണ്ടി പറ്റുകൊണ്ട് അതിനൊരു സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. ഇപ്പൊ നമ്മൾ റേക്കി തന്നെ ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ലല്ലോ. സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ റേക്കി സെന്റേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നല്ലേ, അല്ലാതെ നമ്മൾ ഗവൺമെന്റ് അതിലൊരു ഇതൊന്നും ചെയ്യുന്നില്ല, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. കാരണം അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾക്കിപ്പോ റേക്കി ഉണ്ടെന്നില്ല തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ സാധാരണ ഒരാളെ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഡോക്ടർമാർ ഗുളിക കൊടുത്ത് അങ്ങനെ അസുഖം മാറുന്നു എന്ന് പറയാം. ഇതിപ്പോ എന്താ ചെയ്യുന്നു? ഹിപ്നോട്ടിസത്തിൽ നമ്മൾ വെർബൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ മയക്കി കൊണ്ടുവരുന്നു. അങ്ങനെയാണ്. ഇതിൽ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇതിന് ഒരു തെളിവ് എന്നുള്ളൊരു കാര്യം ഇതിലില്ല. അങ്ങനെയാണ് ഈ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സംഭവം. അത് എല്ലാം ഇപ്പം നമ്മൾ മനുഷ്യർ ഇല്ല ആ മാഗ്നറ്റിസത്തെ പറ്റി പഠിക്കുന്നതായതുകൊണ്ട് അതൊരു ആനിമൽ മാഗ്നറ്റിസം എന്നൊരു പേര് വന്നു. ഇപ്പോ നമ്മൾ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഭൂമിയിൽ ഒരുപാട് എനർജീസ്, കോടാനുകോടി എനർജി, ഭൂമിയിലല്ല സോറി യൂണിവേഴ്സിൽ കോടാനുകോടി എനർജീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഒരു എനർജീനെ കോൾ ചെയ്യാണ്, നമ്മൾ കോൾ ചെയ്യാന്ന് ഇപ്പൊ റേക്കി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണോർജം. അപ്പൊ പ്രാണോർജം ആയിട്ടുള്ള എല്ലാ എനർജീസും നമ്മളിലേക്ക് വരും. അപ്പൊ അതില് സ്പെസിഫിക് ആയിട്ട് ഒരു എനർജീനെ നമ്മൾ കോൾ ചെയ്താൽ ആ എനർജി മാത്രമേ വരൂ. ഇപ്പൊ നമ്മൾ ഉസൂയി റേക്കി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഉസൂയി റേക്കി ചാനൽ ചെയ്ത എനർജി മാത്രമേ നമ്മളിലേക്ക് വരൂ. കരുണ റേക്കി എന്ന് വിളിച്ചാൽ കരുണ റേക്കി ആയിട്ടുള്ള എനർജി മാത്രമേ നമ്മളിലേക്ക് വരും, പ്രാണോർജം. അതേപോലെ ഈ മാഗ്നറ്റിക്കില് നമ്മളെ മോഡേൺ മാഗ്നറ്റിക്സിൽ 21 എനർജീസിനെ പറ്റിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഓരോ എനർജീസിനും ഓരോ പേരാണ്. അപ്പൊ ആ എനർജീസിനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഇന്നേ കാര്യത്തിൽ ഒരാളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളെ ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, അങ്ങനെയുള്ള ഓരോ മന്ത്രാസ്. അതിന്റെ പേരുകൾ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. അതിൽ നമ്മള് മൃതസഞ്ജീവനി മന്ത്രം എല്ലാം അതിൽ വരുന്ന ഒരു ഭാഗമാണ്, അതിലൊരു ഇതാണ്, അതില് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു മന്ത്രത്തിന്റെ പേരാണ് മൃതസഞ്ജീവനി മന്ത്രം. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. 21 മന്ത്രാസ് ഉണ്ട്. ഈ മന്ത്രാസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മോഡേൺ മാഗ്നറ്റിക്സിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ എനർജീസിനെ നമ്മൾ ഇത്രയും കോടാനുകോടി എനർജീസിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏത് എനർജീനെയാണ് കോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു 10 പേര് ഇരിക്കുക, അതിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആളും വരും. അതേ സ്ഥാനത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒന്നാമത് ഇരുന്ന ആള് അല്ലെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ആ ആള് മാത്രമല്ല വരും. അതേപോലെയാണ് എനർജീസ്. നമ്മൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒരുപാട് എനർജീസ് നമ്മൾ ചുറ്റും വരും. പക്ഷെ ഏതെങ്കിലും ഒന്നായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. പക്ഷെ ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇന്ന എനർജീനെ കോൾ ചെയ്യുന്നു. ഞാനിപ്പോ മൃതസഞ്ജീവനി മന്ത്ര എന്ന് പറഞ്ഞ എനർജീനെ കോൾ ചെയ്യുമ്പോൾ ആ മന്ത്രം നമ്മളായിട്ട്, ആ എനർജി നമ്മളായിട്ട് കണക്റ്റഡ് ആവും. എന്നിട്ട് നമുക്കത് ഹീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെയാണ് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. അപ്പോ നമുക്ക് അറിയാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ. അതെ അതെ, ഇത് ഉപയോഗിച്ച് എല്ലാ വിധത്തിലുള്ള, അതായത് ശാരീരികമായിട്ടുള്ള രോഗങ്ങളും അതിന് മാനസികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റാൻ. ഹീലിംഗ്, എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ശാരീരിക മാത്രം രീതിയിൽ ഒതുങ്ങുന്നതല്ല. അത് 3 ലെവലിലായത് നമ്മൾ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ലെവലിലാണ് ഒരുമിച്ചാണ് ഹീൽ ചെയ്യുക. നമ്മൾ ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പം കാലിന്റെ വേദന മാറാൻ വേണ്ടി എന്ന് പറയുമ്പോൾ മാത്രം അതിലേക്ക് പോകും. അല്ലാണ്ട് നമ്മൾ അവരെ ഓവറോൾ ഹെൽത്ത്, രോഗങ്ങളെല്ലാം സൈക്കോസമാറ്റിക് ആണല്ലോ. അതാണ് ഒരു 80%ഓളം നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി എന്ത് വേണം? ആദ്യം നമ്മൾ ഹീലിംഗ് കൊടുക്കണം. നമ്മൾ ഇമോഷണൽ അല്ലെങ്കിൽ
മെന്റൽ ഇതിനാണ് ഹീലിംഗ് കൊടുക്കേണ്ടത്. എന്നാലേ ഫിസിക്കലിലേക്ക് ആ മാറ്റം വരൂ. നമ്മൾ മസിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും മാറ്റം വരൂല എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ ഫിസിക്കൽ ബോഡിക്ക് ഹീൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം അവരുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. ഒരു ഹീലർ ഇപ്പോൾ ഒരു ഹീൽ ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. ആ റാപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താണ് നിങ്ങളെ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങൽ, എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കൽ എല്ലാം അറിയണം. എന്നാലും മാത്രമേ നമുക്ക് ശരിക്കും ആ ഒരു ഹീലിംഗ് ചെയ്യാൻ, കണക്ഷൻ ബിൽഡപ്പ് ചെയ്യണം. കാരണം ഈ ചെയ്യുന്ന ഒരാൾക്ക് വിശ്വാസം ഉണ്ടാവണം ഈ ഹീലറെ കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവും. ഇപ്പം വരുന്ന ആള് ഇവനെയും കൂടി നോക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു മാറ്റം വരില്ല. നമ്മൾ അലൗ ചെയ്താൽ മാത്രമേ നമുക്ക് മാറ്റം വരും. നമ്മൾ എന്തിനോട് റെസിസ്റ്റ് ചെയ്യുന്നു? ഇപ്പം മോഡേൺ ഡോക്ടേഴ്സ് തന്നെ പറയുന്നില്ലേ, അവര് നിങ്ങളെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പം ആ ഇതും നമ്മള് അത് തന്നെ ഇവിടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്പിരിച്വൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഒന്നും നടക്കില്ല എന്നും പറയുന്നുണ്ട്. റിസൾട്ട് കിട്ടില്ല എന്നുള്ള സയന്റിഫിക്കലി അത് തന്നെ പറയുന്നുണ്ട്. ഒരു ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോ നമ്മളിപ്പം ചില ഹിപ്നോട്ടിസ്റ്റോട് തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത് എല്ലാവരും ഹിപ്നോട്ടിസ് ചെയ്യാൻ പറ്റൂല. ചില ആൾക്കാരെ തീരെ പറ്റൂല, ചില ആൾക്കാർ ഒറ്റയടിക്ക് പറ്റും. അപ്പൊ അതെന്താ അതിന്റെ അർത്ഥം? നമ്മുടെ മനസ്സ് ഈ പറ്റുന്ന ആൾക്കാർക്കില്ല, ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഭാഗ്യവാന്മാരാ. അവരെ നമുക്ക് വേണമെങ്കിൽ അവരെ ഈ ഹിപ്നോട്ടിസ് കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് എനർജിയും കോൺസെൻട്രേഷനെല്ലാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാം. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അത് ശരിക്കും അവരെ കഴിവുകേടാണ്. ഈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാ. അങ്ങനെ ഒരു നമ്മൾ ഹിപ്നോട്ടിസ്റ്റിന്റെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആള് പെട്ടെന്ന് ഭയങ്കര നമ്മളിപ്പം ഹിപ്നോട്ടിസ്റ്റിന്റെ കുറച്ചൊരു സജഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ആള് സ്ലീപ്പിലേക്ക് പോകും, ട്രാൻസിലേക്ക് പോകും. ആളങ്ങനെ ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യ ആള് വേഗം ഇതാന്നുണ്ട്. അപ്പൊ അങ്ങനെ ആളെ ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടു നോക്കുമ്പോ ആളങ്ങനെ പഠിക്കൊന്നും ചെയ്യാത്ത ആളാ മുമ്പെല്ലാം. ഇപ്പൊ കണ്ടു നോക്കുമ്പോ ഇതില് അവരെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് ഈ കുട്ടിയാ. എന്തുകൊണ്ട്? അപ്പൊ അവന്റെ ഫ്രണ്ട് പറഞ്ഞു ഇവൻ എങ്ങനെ ഇത്ര മാർക്ക് കിട്ടിയെന്ന്. ആളെ സബ് കോൺഷ്യസ് ലെവൽ ഹൈ ആയി. ആള് പഠിപ്പിന്റെ കാര്യത്തില് കുറച്ചു നേരം പഠിക്കും, പക്ഷെ ആ പഠിക്കുന്നത് ഫുള്ള് സ്റ്റോർ ആകുന്നുണ്ട്. കാരണം ആള് മാറിയതാണ്. നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് ആളെ സബ് കോൺഷ്യസ് മൈൻഡ് ബൂമായി. അങ്ങനെ നല്ല മാറ്റം വരും. ഇതൊന്നും എന്നെ ഒന്ന് ചെയ്തു നോക്ക, എന്നെ പറ്റൂല, നമ്മളെ കഴിവ് കേടാ. കാരണം നമ്മളൊരു മാറ്റം വരൂല. അപ്പോ അത് ഒരു പോരായ്മയാണ്. ചില ആള് ഭയങ്കര അഹങ്കാരത്തോട് പറയും എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത നിങ്ങളെ പോരായ്മയാണ്. നിങ്ങള് മാറ്റം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആവണം. ആയാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് ഈ മാഗ്നറ്റിസം ഹിപ്നോട്ടിസം ഒരേ ഇതിൽ വരുന്നതാണ്. ഈ മെസ്മറിസം ഇതെല്ലാം ഒരേ ഇതിൽ വരുന്നതാണ്. മറ്റെന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ അതിനകത്ത്? ഇല്ല, ഇതില് ഇത്ര ഇത് തന്നെയല്ലോ. ഓക്കെ.